എന്റെ യൂട്യൂബ് ചാനലിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള ഭാഗ്യം ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാളികളും ഇംഗ്ലീഷും തമ്മിൽ എന്താണ് ഇത്രയ്ക്കും വലിയൊരു പ്രശ്നം എന്നൊരു സംഭവത്തെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പെട്ടെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ആ ഒരു ഭാഗ്യം തന്നത് ഈ ഒരു കമന്റ് ആണ്. അപ്പൊ ഈ ഒരു കമന്റിന് അപ്പൊ തന്നെ ഞാനൊരു മറുപടിയും കൊടുത്തു. പിന്നെ എന്താന്ന് വെച്ചാൽ പലപ്പോഴും ഇങ്ങനെ മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് സംസാരിക്കുന്നവരുടെ അല്ലെങ്കിൽ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ വീഡിയോസിന്റെ ഒക്കെ താഴെ ഇങ്ങനെയുള്ള കമന്റ്സ് ഞാനല്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വലിയ മദാമ കളിക്കുവാണോ, വലിയ ഇംഗ്ലീഷുകാരിയായി, മലയാളത്തിൽ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ്. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈശ്വരാ, നമുക്ക് ഏത് ഭാഷയിൽ സംസാരിക്കാനുള്ള ഫ്രീഡം പോലും ഇല്ലേന്ന്. നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നമുക്ക് സംസാരിച്ചൂടെ? മലയാളികൾക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിനോട് ഇത്ര എതിർപ്പ് എന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലാവാറില്ല കേട്ടോ. അതോ ഇനിയിപ്പോ ഇന്ത്യയില് എല്ലാവർക്കും ഈ ഒരു എതിർപ്പുണ്ടോ? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുവാണെങ്കിൽ, പണ്ട് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചത് കൊണ്ട് അവരുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അതിനോടുള്ളൊരു എതിർപ്പാണോ ഇനി? കാരണം പക്ഷെ അതിനോടുള്ള എതിർപ്പാണെന്നുണ്ടെങ്കിൽ അത് എത്രയോ വർഷം മുന്നേ ഉള്ള കാര്യമാണ്. ആ ഒരു ദേഷ്യം നമ്മൾ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം, ഇനിയിപ്പൊ ഇങ്ങനെ പറയുന്നവർക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലാത്തത് കൊണ്ടോ, അത് കാരണം ഇംഗ്ലീഷ് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കോ ഇങ്ങനെ ഒരു ആരെങ്കിലും മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് വരുമ്പം ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ വരാനുള്ള കാര്യം എന്താണ്, അതായിരിക്കോ എന്നും എനിക്ക് തോന്നാറുണ്ട്. എനിവേ, എന്താണ് അതിന്റെ കാര്യം എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം എന്റെ വീഡിയോസ് എന്ന് പറയുമ്പം ഞാൻ പെട്ടെന്ന് വന്നിരുന്ന് എന്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കും. അതങ്ങനെ ഭയങ്കര സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല. നിങ്ങൾക്കിപ്പോ ഞാൻ എവിടെ നോക്കുന്നില്ല, ഐ എം ജസ്റ്റ് ടോക്കിംഗ്. ഓക്കെ, അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും കുറിച്ച് സംസാരിക്കാനായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഐഡിയ വരും, ഞാൻ സംസാരിക്കും. അതല്ലാണ്ട് എനിക്ക് അതിന് പ്രത്യേകിച്ച് എന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ അങ്ങ് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ട്, ഞാൻ ഇന്ന് ഫുള്ളും മലയാളത്തിൽ സംസാരിക്കണം, എന്റെ സംസാരിക്കുന്ന ഇടയ്ക്ക് ഇംഗ്ലീഷ് ഒന്നും വരരുത്, അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആവാൻ പോയാൽ എനിക്ക് സംസാരിക്കാനുള്ള ഫ്ലോ എനിക്ക് നഷ്ടപ്പെടും. എനിക്ക് സംസാരിക്കുന്ന ഒരു കാര്യം, സംസാരിക്കാനുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് വരുന്നതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു പ്രശ്നവും തോന്നാറില്ല. ഇനിയിപ്പൊ ആര് പറഞ്ഞാലും ഞാൻ സംസാരിക്കുന്ന ഈ രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഇവിടെ ചിലപ്പോ എന്റെ സംസാരത്തിന് ഇംഗ്ലീഷ് ഇടയ്ക്ക് കടന്നു വരാനുള്ള കാര്യം മെയിൻ ആയിട്ട്, ഞാനിപ്പോ ഇവിടെ അമേരിക്കയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. 5.25 വർഷം കഴിഞ്ഞു. ഇതില് ഒരു ദിവസത്തിൽ ഒരു 80% സമയവും ഞാൻ എന്റെ ഓഫീസിലാണ്. അപ്പൊ എന്റെ ഓഫീസിലുള്ളവര് ചൈനക്കാരും അമേരിക്കൻസും എല്ലാം വേറെ വേറെ രാജ്യക്കാരാണ്. അപ്പൊ അവരോടൊക്കെ പോയിട്ട് എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അവരോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ്. അപ്പൊ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇത് തന്നെ ആകുമ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സംസാരത്തിന്റെ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് കയറി വരും. അത് എനിക്ക് ഒരിക്കലും ഒരു തെറ്റായിട്ടോ ഒരു കുറ്റമായിട്ടോ ഒന്നും തോന്നുന്നില്ല. ഇപ്പൊ ആര് പറഞ്ഞുകൊണ്ട് ഞാനത് മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഇൻ കേസ് ഞാൻ നാട്ടിൽ വന്നാലും ചിലപ്പോൾ എന്റെ മലയാളം സംസാരിച്ച് വീണ്ടും ഇംഗ്ലീഷ് വന്നേക്കാം. അത് എന്തിനാണ് ഇത്ര പ്രശ്നമാക്കുന്നത്? അല്ല, ആരും പ്രശ്നമാക്കിയെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു കമന്റ് എനിക്കത് വലിയ പ്രശ്നവും അല്ല. ഇനിയിപ്പൊ ആര് പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല. പക്ഷെ ഞാൻ പൊതുവെ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇടയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇത്ര എതിർപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തോണ്ടുള്ള എന്റെ ഒരു ജസ്റ്റ് ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് ഇംഗ്ലീഷ് അറിയാണ്ടിരിക്കുന്ന ഒരിക്കലും ആരുടെ ഒരു കുറ്റമൊന്നുമല്ല. പക്ഷെ ഒരു ചെറിയൊരു ചെറിയൊരു എന്താ പറയുന്ന, കുറവൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും നമ്മുടെ ഒരു പോരായ്മയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. നിങ്ങൾക്ക് അത് അങ്ങനെ ആണോ തോന്നണമെന്നില്ല. ബിക്കോസ് ഇപ്പൊ ഈ കമന്റ് എഴുതുന്നവരെ ഇങ്ങനെ കമന്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് അല്ലെ? ഇപ്പൊ വീഡിയോസ് കാണണമെങ്കിൽ അത്യാവശ്യം നല്ല ഫോണൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പൊ ഈ ഫോണിൽ ഇങ്ങനെ റീൽസ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടാണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്തത് കൊണ്ടോ അല്ലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടൊക്കെയാണ് ഈ പ്രശ്നം എന്നുണ്ടെങ്കിൽ, യു ക്യാൻ ലേൺ ഇംഗ്ലീഷ്. ഒത്തിരി ഇങ്ങനത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ഉള്ള എത്രയോ ഫ്രീ ആയിട്ട് യൂട്യൂബിലൊക്കെ എത്രയോ നല്ല അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന എത്രയോ നല്ല ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാമല്ലോ. എന്തിനാണ് ബാക്കിയുള്ളവര് എന്താ പറയുന്ന ഇംഗ്ലീഷ് സംസാരിക്കുമ്പം ഇങ്ങനെ കമന്റ് അത് യുവർ ഫ്രീഡം. അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം വേറൊരാൾ ഇംഗ്ലീഷ് പറയുമ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമുക്ക് ഇറിറ്റേഷൻ തോന്നത്തില്ലായിരിക്കും. കാരണം എനിക്ക്
ഇപ്പൊ ഒരാൾ മലയാളത്തിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മലയാളി ഫുള്ളായിട്ടും ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ടോ എനിക്ക് അതിനകത്തൊരു പ്രശ്നവും തോന്നാറില്ല, എനിക്ക് ഒരു ഇറിറ്റേഷനും തോന്നാറില്ല. മേ ബി ഇപ്പൊ അതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ട്രൈ ടു ലേൺ ഇംഗ്ലീഷ്. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന അങ്ങനെ ഒരു എന്താ പറയുന്ന ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കുന്ന വെച്ചിട്ട് എനിക്ക് മലയാളം ഇഷ്ടമല്ലെന്നല്ല എന്റെ അർത്ഥം. എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടമാണെന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ അമ്മയെ ഇഷ്ടമല്ലെന്നല്ലല്ലോ അർത്ഥം. ഒന്ന് എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്നിലും ഞാൻ സംസാരിക്കുന്ന വെച്ചിട്ട് മലയാളം ഞാൻ ഉപേക്ഷിച്ചെന്നല്ല അർത്ഥം. ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നാട്ടിലൊക്കെ നിൽക്കുവാണ്, നമ്മൾ കേരളത്തിൽ തന്നെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ മലയാളമൊക്കെ പറഞ്ഞ് നമുക്ക് തട്ടിമുട്ടിയൊക്കെ ജീവിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ വേറൊരു രാജ്യത്ത് പോയി കഴിയുമ്പോൾ ഞാൻ ഇവിടെയും മലയാളം മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്റർനാഷണൽ ലാംഗ്വേജ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ പണ്ട് മേ ബി നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടിക്കാണണമെന്നില്ല. ഇപ്പൊ എല്ലാവർക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് കൊച്ചിലെ തൊട്ട് പഠിക്കാനുള്ള ഒരു എന്താ പറയുന്ന ഒരു അവസരം എല്ലാവർക്കും കിട്ടി കാണത്തില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതിനെ ഒരു എന്താ പറയുന്ന അത് കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും എന്ത് വേണം ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ചുറ്റിനുമുണ്ട്. സോ വി ജസ്റ്റ് ഹാവ് ടു മേക്ക് യൂസ് ഔട്ട് ഓഫ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം അതല്ലാണ്ട് മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കരുത്, മലയാളം മാത്രമേ സംസാരിക്കാറുള്ളൂ, അല്ലെ മലയാളത്തിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് കയറി വരരുത് എന്നൊക്കെ പറയുന്നത് ഐ ഡോണ്ട് നോ ഹൗ മച്ച് അതിന് ഒരു ന്യായം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്തായാലും എന്റെ യൂട്യൂബ് ചാനലിലും ഇതിനെക്കുറിച്ച് ഒന്ന് അഡ്രസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ജസ്റ്റ് ഒരു സ്മോൾ കമന്റ് ആണ് കേട്ടോ. ആ കമന്റ് എഴുതിയ ആളോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഈ ഒരു സംഭവം എന്റെ മൈൻഡിൽ എവിടെയൊക്കെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ദേണ്ട കിടക്കുന്നു എനിക്കും കിട്ടി അങ്ങനെ ഒരു കമന്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുത്തേക്കാം. എന്തുകൊണ്ട് മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോട് ഇത്രയ്ക്കൊരു എതിർപ്പ്? അല്ലെങ്കിൽ അവൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവൾ അഹങ്കാരിയായി, ഇംഗ്ലീഷ് സംസാരിച്ച അവൾ ആരാന്ന് അവളുടെ വിചാരം, അവൾ ഇപ്പൊ വലിയ മദാമയായി, എന്തൊക്കെ രീതിയിലുള്ള വാട്ട് ഈസ് ദ നീഡ് ഫോർ ദാറ്റ്? ഇംഗ്ലീഷ് ഭാഷ അറിയാമെന്നത് അല്ലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നത് അത് ശരിക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന വേറൊരു സംഭവം തന്നെയാണ്. അപ്പൊ നിങ്ങളും അതൊക്കെ പഠിക്കൂ. അല്ലാണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആവാണ്ട് അതെങ്ങനെ ഓവർകം ചെയ്യാം, നിങ്ങൾക്കും അതെങ്ങനെ പഠിക്കാന്നുള്ളത് പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരാള് മലയാളത്തിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണ്ട. ആരും വന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറയും മലയാളത്തിൽ സംസാരിക്കും, മലയാളത്തിൽ മാത്രം സംസാരിക്കും എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. ബട്ട് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോസ് ഇടുമ്പോഴും ഞാൻ എന്റെ ഫോണിലിടുന്നത് നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വന്നിട്ട് കൂട്ടിയിട്ട് എന്റെ വീഡിയോസ് കാണൂ എന്ന് ആരും പറയുന്നില്ല. ഈ ഫോണിൽ വരുന്ന ഈ സംഭവം നിങ്ങൾക്ക് വെറുതെ സ്വൈപ്പ് ചെയ്ത് വിടാവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാനിങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് കയറി വരുന്നത് നിങ്ങൾക്ക് അത് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കളയുക. ആരും ഫോഴ്സ് ചെയ്ത് നിങ്ങൾ എന്റെ വീഡിയോസ് കാണു എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നൊന്നുമില്ല. എന്റെ ഫ്രീഡം ആണ് മലയാളത്തിൽ സംസാരിക്കണോ ഇംഗ്ലീഷ് സംസാരിക്കണോ എന്നുള്ളത്. ഇനിയിപ്പോ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ കമന്റിനെ ഞാൻ അതിനെ എതിർത്തു എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 3.5 വർഷത്തോളമായി. ഈ 3.5 വർഷവും എനിക്ക് പറയുന്ന കമന്റ്സും ഒന്നും കിട്ടാറില്ലായിരുന്നു. ആരും എന്റെ വീഡിയോസ് ലൈക്കും ചെയ്യാറില്ല, കമന്റും ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. എന്നിട്ടും ഒരു ദിവസം ചിലപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് 50 വ്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അതൊന്നും അറിയാണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് 50 വ്യൂസേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ അത് ഓർത്ത് കരഞ്ഞോണ്ടിരിക്കോ വീഡിയോസ് ചെയ്യാണ്ടിരിക്കോ ഒന്നല്ലേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കമന്റ് കിട്ടിയപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ആരും കമന്റ് ചെയ്യാത്തപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ എഫോർട്ട്. അതല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഇപ്പം ഞങ്ങളൊക്കെ കാണാനില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്തായനെ എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല ആരും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത് ഒരു സബ്സ്ക്രൈബർ ഒത്തിരി ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ ആ സെലിബ്രിറ്റിയോടുള്ള ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ കാണുമായിരിക്കും. പക്ഷെ എന്നെ പോലുള്ള കുഞ്ഞു യൂട്യൂബേഴ്സ് അവരുടെ പാഷൻ കൊണ്ടും അവരുടെ ഒത്തിരി കഠിനാധ്വാനം കൊണ്ടും ഒക്കെയാണ് ഇതിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ അതില് വന്നിട്ട് സബ്സ്ക്രൈബർ കമന്റ് ചെയ്തതിനെ ഇതാക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്റെ കഠിനാധ്വാനത്തിന്റെ ഒരു ഫലമാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. ഇപ്പൊ ആരെന്ത് കമന്റ് ചെയ്താലും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ സംസാരിക്കത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. സോ ഇതിപ്പോ ആരെയും ഞാൻ ഒഫൻഡ് ചെയ്യാനായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇപ്പൊ അവസാനം പറഞ്ഞ കാര്യമൊക്കെ അത്രയും ഞാൻ പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേ അപ്പൊ ഞാൻ ഇനി ഇംഗ്ലീഷ് ഇടയ്ക്ക് മലയാളത്തിന്റെ ഇടയ്ക്ക് ഇംഗ്ലീഷ് ചിലപ്പോൾ കയറി വരും. അത് മനഃപൂർവ്വം അല്ല, അതങ്ങനെ സംഭവിക്കുന്നതാണ്. സോ